ഇവിടെ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞത്. സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരം. അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങുകയുള്ളൂ. അൻവർ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ അൻവറിന് ഇൻകുലാബ് സിന്ദാബാദ്, PV അൻവർ സിന്ദാബാദ് എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് ഹസ്കർ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി വിനോദേ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും അനുവർത്തിച്ചു പോരുന്നതും പാർട്ടി പ്രവർത്തകർ അനുവർത്തിക്കേണ്ടതുമായ ചില സംഘടനാ ചട്ടങ്ങളും മര്യാദകളുണ്ട്. അപ്പൊ ആ മര്യാദകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാറുള്ളത്. പക്ഷെ സമൂഹ മാധ്യമത്തിൽ അൻവറിന് വേണ്ടി ഇൻകുലാബ് വിളിച്ച് നിറയുകയാണ് സമൂഹ മാധ്യമം. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോൾ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഹസ്കർ. ഇപ്പോൾ അൻവറാണ് താരം. വിനോദ്, ഇതിപ്പോ സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിസിൽ ബ്ലോവേഴ്സ് ആവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ആകുന്ന ആളുകൾക്ക് പിന്നാലെ സമൂഹം ഒന്നടങ്കം ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരത്തിൽ വിസിൽ ബ്ലോവർ ആവാൻ ശ്രീ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആണ്, CPM MLA ആണ്, CPM സ്വതന്ത്ര MLA ആയി ജയിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും അങ്ങനെ ഭരണപക്ഷത്തോടൊപ്പം ചേരുകയും CPM-ന്റെ വികാരങ്ങളും വിചാരങ്ങളും ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം തന്റെ സന്ദേഹങ്ങൾ, അദ്ദേഹം തന്റെ വേദനകൾ, അദ്ദേഹം തന്റെ പരാതികൾ പാർട്ടിയോടാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ബോഡിയോടാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയോടെയാണ് ആദ്യം പറയേണ്ടിയിരുന്നത് എന്ന അഭിപ്രായം വ്യക്തിപരമായി പൊതുസമൂഹത്തിലും പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പാർട്ടിയോട് പറയുന്നതിന് പകരം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും ഇത് പങ്കുവെക്കുകയും പാർട്ടിയും ഗവൺമെന്റിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണല്ലോ നാം കഴിഞ്ഞ 2 ദിവസമായി ഈ ചർച്ചയുടെ ബേസിക് സ്വഭാവമായി നാം കാണുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഹസ്കർ. അദ്ദേഹം ഇത് പറയേണ്ട ഇടങ്ങളിലൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. മുഖ്യമന്ത്രിയോട് ഇന്നലെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നിട്ടും ADGP അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ച സ്വർണ്ണക്കടത്തിൽ, കൊലപാതകത്തിൽ, ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എല്ലാം അദ്ദേഹം എല്ലാവിധ തെളിവുകളോടും കൂടി പറഞ്ഞ ADGP അതേ കസേരയിൽ ഇരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അൻവർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അൻവറോട് നമുക്കും ആരാധന തോന്നുകയാണ്. നമ്മൾ അൻവറിൻ്റെ ആശയത്തെ ഒന്നും യോജിക്കുന്നില്ല. അൻവർ കാണിച്ചു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അനധികൃതമായി പാർക്ക് നിർമ്മിച്ച അടക്കമുള്ള വാർത്തകൾ ജനൻ TV അടക്കം കൊടുത്തതാണ്. പക്ഷേ ഇന്ന് VS അച്യുതാനന്ദന് ശേഷം CPM-ൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ നട്ടലുള്ള നേതാവ് അൻവറാണെന്ന് പറഞ്ഞാൽ അത് അധിക പ്രസംഗമാകുമോ ഹസ്കർ? വിനോദേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അത്തരത്തിലല്ലെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും ശൈലിയും തിരിച്ചറിയാനാവാത്ത ആളുകൾ ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ആവാൻ വേണ്ടി ശ്രമിക്കും. അത്തരത്തിൽ ശ്രീ PV അൻവർ നടത്തിയിട്ടുള്ള വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളെ അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും സർക്കാരും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കും അദ്ദേഹം പരാതി കൊടുത്തു. പാർട്ടി സെക്രട്ടറിയെ കണ്ട് നേരിട്ട് അദ്ദേഹം രേഖാമൂലം പരാതി കൊടുത്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയും വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുന്നേ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. ഒരു പരാതി ലഭിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും പുറമ്പോക്കിൽ നിന്നൊരു പരാതി എഴുതി അയച്ചാൽ ആ പരാതിയിൽ പേരില്ലെങ്കിൽ പോലും ആ പരാതിയുടെ വസ്തുതകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അന്വേഷിക്കുകയും ആ പരാതിയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും തെറ്റ് ഉണ്ട് എന്ന് കണ്ടാൽ ആ തെറ്റ് ചെയ്ത ആളെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്യുന്നതാണ് പാർട്ടിയുടെ രീതി. പാർട്ടിയുടെ രീതിയാണ്. അതിനെയൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പാർട്ടിക്ക് പ്രത്യേക അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരാളുടെ പേര് കൃത്യമായി എഴുതി നൽകിയ CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താണെന്ന് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ണൂർ ലോബിക്കെതിരെ കൃത്യമായി പരാതി നൽകിയ P ശശിക്കെതിരെ പരാതി നൽകിയ CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്.